നമ്മൾ ചിമ്മിനി റോക്കിലെ സ്റ്റേറ്റ് പാർക്കിന്റെ അകത്താണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. 1 മൈൽ കഴിയുമ്പോഴാണ് അവരുടെ ഓഫീസ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പൊ താഴെ പാർക്കിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ഷട്ടിൽ സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു മുകളിലേക്ക്. ഞങ്ങൾ നോക്കട്ടെ അവിടെ പാർക്കിംഗ് കിട്ടുമെന്ന്, അല്ലെങ്കിൽ ഓവർഫ്ലോ പാർക്കിംഗ് ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് വണ്ടി വിളിച്ച് ആണോ? ഞങ്ങൾ ഷട്ടിൽ സർവീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഷട്ടിൽ സർവീസ് വന്നു, അത് കയറിയാണ് നമ്മൾ റോക്കിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ഹൈക്ക് ചെയ്യാണ്ട് ഒപ്പിക്കാന്ന് പറഞ്ഞു. അപ്പോൾ എലിവേറ്ററൊക്കെ ഉണ്ട്. Hey, Jimmy, is there his hat left in the bus stop? It's got like tigers on it. I think it's a bucket hat. Say Ford, is Andy still up there? Yeah, blown off, man. Yeah, Barbara, we got back up. Alright, copy that. Appreciate that. So I was gonna try to get the other bus driver to bring it down, but he's already on the way. That's okay. Thank you so much. Yeah, it's all good. Sorry about that, guys. All right. Thank you. Okay. I appreciate it. അങ്ങനെ നമ്മൾ ചിമ്മിനി റോക്കിൻ്റെ ബേസിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വീക്കിൻ്റെ ആണെങ്കിൽ പോലും ഒത്തിരി ടൂറിസ്റ്റ് വന്ന സ്ഥലമാണ് തോന്നുന്നു. ഓടി വീടുണ്ട് അറിയാൻ പറഞ്ഞു.
അപ്പോൾ ഞങ്ങളങ്ങനെ ചിമ്മിനി റോക്കിൻ്റെ താഴെയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട് കയറിപ്പോകാൻ. ഒന്നെങ്കിൽ നമുക്ക് ഹൈക്ക് ചെയ്യാം, ഒരു അരമണിക്കൂർ ഹൈക്ക് ചെയ്താൽ മുകളിലെത്താം, സ്റ്റെയർ ഉണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തോടെ അമ്മമാരൊരു ഈ റോക്കിൻ്റെ അകത്തോടെ ഒരു എലിവേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 26 സ്റ്റോറി പൊക്കമുള്ള ഒരു സംഭവമാണത്. പക്ഷേ എലിവേറ്റർ കയറുവാണെങ്കിൽ 30 സെക്കൻഡ് കൊണ്ട് നമുക്ക് മുകളിലെത്താൻ പറ്റും. അപ്പം ഞങ്ങൾ സെക്കൻഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യണത്. അപ്പോൾ അതിങ്ങനെ കയറി മുകളിലെത്തി തിരിച്ചു വേണമെങ്കിൽ സ്റ്റെയർ എടുത്ത് പോരാം. ഒരു നല്ല, അപ്പോൾ എല്ലാവർക്കും നമുക്ക് ആക്സസിബിളാണ്. അങ്ങോട്ടുള്ള കാഴ്ചകളിലേക്ക് പോവാം. നല്ലൊരു തുരങ്കത്തിൽ കൂടെ ഉള്ളൊരു യാത്രയാണ് ഇപ്പം. എന്താ വലിയ പാറ തുരന്നെടുത്ത് പുറത്ത് നല്ല ചൂടാണ്, പക്ഷെ എൻ്റെ അകത്ത് നല്ല തണുപ്പാണ്. നാട്ടിലൊക്കെ ഒരു പെട്ടെന്നൊരു AC വീട്ടിലേക്ക് കയറിയാൽ അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ എലിവേറ്ററിൽ നിന്ന് പുറത്ത് ചാടി ചിമ്മിനി റോക്ക് മൗണ്ടൻ്റെ ഓൾമോസ്റ്റ് ടോപ്പിലെത്താറായി. അവിടെ ഒരു ഐസ്ക്രീമും ഒക്കെ മേടിച്ച് നല്ല ചില്ലൗട്ട് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ലേക്ക് ജൂ എൻ്റെ ഒരു വ്യൂ കണ്ടിട്ടു. അവിടെ ഒരു ക്യാസ് ലാൻഡ് ഉണ്ടോ തോന്നുന്നു. സോപ്പ് ചെയ്ത് രസമുണ്ടല്ലേ കാണാതെ. ഫോറസ്റ്റിന്റെ അകത്ത് ഇവിടെ കാണാം. വലിയ ആണത്. വീടാണ് അവിടെ എന്തുണ്ട് ആ ഗ്യാപ്പിൽ എന്തുകൊണ്ട് വനത്തിന്റെ ഇടയ്ക്ക് ഒരു നല്ല വലിയ വീട്. ഏതെങ്കിലും മട്ടുകാണ്ട് മലയാളിയുടെ ആയിരിക്കും. അത് വീരപ്പൻ്റെ ആണ്. ഈ ആൾക്കാർ ഒരു ബോട്ട് ചെയ്യുന്ന രസമല്ലേ ഇവിടെ കാണാൻ. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. അവിടെ വണ്ടി ഇവിടെ RV കാണാൻ പറ്റുമെന്ന് സ്മോക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഈ സെന്ററിൽ നമ്മൾ പാർക്ക് ചെയ്യും. ഇവിടത്തേല് പാർക്ക് ചെയ്തേക്കണേ, താഴത്തേല് പാർക്ക് ചെയ്തേക്കണേ. ഇവിടെ കണ്ടോ, ഈ മരത്തിന്റെ അപ്പുറത്തെല്ലാം കണ്ടോ, അതിനകത്ത് കണ്ടില്ല. അതെ, ഫ്രണ്ടിൽ നിന്ന് എൻട്രൻസ് തോന്നുന്നു. ഏറ്റവും നമ്മൾ ഫ്രണ്ടിൽ മെയിൻ വന്നില്ല, അതാണ് ഉണ്ടാവുക. അടിപൊളി വ്യൂ അവിടെ. നമ്മളിന്ന് ടോപ്പിലേക്ക് കയറാൻ അതാണ് നമ്മുടെ മെയിൻ. ഹാറ്റ് വെക്കുമ്പോൾ ചൂട് കണ്ടില്ല, തല കൊള്ളി പോകും. ഹാറ്റ് വെച്ചടാ. It's a 3-hour round trip. Yeah. Okay. Let's start walking out. It says it's like 2.2. It says
നമ്മുടെ നാട്ടിൽ ഇത് കൂട്ട് പാറയൊക്കെ ഉണ്ടെങ്കിലും ആരും ഇതുപോലെയൊന്നും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അതാ കുഴപ്പം. ആരും ഇതിലും വലിയ റോക്സൊക്കെ നമ്മുടെ നാട്ടിൽ ഒക്കെ ഉണ്ട്. എലിവേറ്റർ ഉണ്ടോ? അത് എലിവേറ്ററിലെ സ്റ്റെയർ കയറണം. പിന്നെ റിയൽ ട്രീസ് ഉള്ളു അല്ലേ? പാറയുടെ മുകളിൽ ഒരു ചെറിയ റൂട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരു ബോക്സ് ഉണ്ട് ഇനിയോടത് ആൾക്കാർ തലയിട്ട്. നമുക്ക് ഇനിയും മുകളിലേക്ക് ഹൈക്ക് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എടാ നീ ഇതിൻ്റെ അകത്തോട് ചടി പോ, നോക്കിയില്ലേ? ഒരു ട്രാക്കൊക്കെ ഉണ്ട്. What's he doing? Working? It was 500. അങ്ങനെ ഞങ്ങൾ ചിമ്നി റോക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തി. അതിൻ്റെ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല സ്റ്റണ്ണിങ് വ്യൂ ആണ് ഇവിടെ. ടൗണിലേക്കൊക്കെ ആയിട്ട് സ്റ്റേറ്റ്സിൻ്റെ ഫ്ലാഗും എല്ലാം ഇതാക്കി കാണാം. ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ. നല്ല സണ്ണി ഡേ ആണ്. Ahí viene ya. Chop, chop, Clarice. Agárrate atrás de Sasha. Agárrate de Sasha. റോക്കിൻ്റെ മുകളിൽ നല്ല അടിപൊളി 2 ട്രീസ് ഉണ്ട്. ശരിക്കും പാറയുടെ മുകളിൽ തന്നെ നിൽക്കണേ. 2 പേര് എങ്ങനെയോ അടിയിൽ പോയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അതെങ്ങനെ പിടിച്ചു നിർത്തണേന്ന് നമുക്കറിയില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി അതിൻ്റെ മുകളിലേക്ക് ഹൈക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങോട്ടുള്ള ട്രെയിനിലേക്കുള്ള ഭാഗമാണ് കാണുന്നത്. Place to do little skits where, you know, like Western skits. That's pretty nice. Well, that's cool. Yeah. Yeah. It's fine. It's Good,
his legs just wrapped around too many times. സോ ഗൈസ്, അപ്പോൾ ഞങ്ങളങ്ങനെ ചിമ്മിനി റോക്ക് എക്സ്പ്ലോർ ചെയ്ത് ഇറങ്ങി. കുഴപ്പമില്ല, നല്ലൊരു അഡ്വഞ്ചറസ് അഡ്വഞ്ചർ ഒന്നും ചെയ്തില്ല. കാണുന്ന ബസ് വന്നിറങ്ങി, അപ്പുറം കിടക്കുന്ന വണ്ടിയിൽ ഇവിടം വരെ വന്നു. അപ്പോൾ നമ്മൾ അഡ്വഞ്ചറസ് എന്ന് നമ്മുടെ വണ്ടി അതിൽ വന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് ഹൈക്ക് ചെയ്തായിരുന്നു. ഞാൻ ആ ഏറ്റവും മുകളിലുള്ള എന്നാ ഡെവിൾ ഹെഡിലൊക്കെ പോയായിരുന്നു. നല്ലൊരു വ്യൂ ഒക്കെ അവിടെ, നല്ല രസമുണ്ട്. ആ ഡെവിൾ ഹെഡ് കാണാൻ പ്രത്യേക ഭംഗിയാണ്. പിന്നെ നല്ല വാട്ടർഫോൾ ഉണ്ടായിരുന്നു. പക്ഷെ അവര് പറഞ്ഞ ഹൈക്ക് നല്ല അടിപൊളി ഹൈക്ക് എന്ന് പറഞ്ഞാൽ വാട്ടർഫോളിലേക്ക് പോകണേ. പക്ഷെ ഞങ്ങൾക്ക് അത് പോകാൻ പറ്റിയില്ല.
Alright, അപ്പോൾ മോഡറേറ്റ് ഹൈക്ക് ആയിരുന്നു. അപ്പോൾ കൊച്ചുങ്ങൾ വെച്ചുമ്പോൾ അത്ര എളുപ്പം ഈസി ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ പോയില്ല. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.